ഇന്നൊരു ചക്കയപ്പം ഉണ്ടാക്കിയാലോ? ആദ്യം ഇച്ചിരി വെല്ലം എടുക്കുക. വെല്ലം ഇതുപോലെ തിളപ്പിച്ച് ചൂടാക്കി ഫുൾ അലിയിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകി എടുക്കണം. ബിക്കോസ് തേങ്ങ കൂടി ചക്കയപ്പത്തിൽ ഇടുന്നുണ്ട്. സോ തേങ്ങ ഇടുക. തേങ്ങ ചിരകിയതിന് ശേഷം ചക്ക എടുത്തിട്ട് ചക്ക ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അരക്കുക. ബിക്കോസ് ഈ അരക്കാതെ ആക്കാൻ വേവിച്ചെടുത്തിട്ട് അല്ലാതെ അരച്ചിട്ട് നമ്മളിപ്പോൾ അരച്ചിട്ടാക്കുന്നത്. അരച്ചിട്ട് ഇതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ വെല്ലാക്കിയിട്ടുള്ള വെല്ലപ്പാവ് ഉണ്ടല്ലോ, വെല്ലപ്പാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് മറ്റേ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല മധുരം വേണ്ടവർ നല്ലവണ്ണം വെല്ലെടുക്കുക. അല്ലാത്തവർക്ക് കുറച്ച് വെല്ലെടുത്താലും മതിയാവും. നല്ലോണം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ്. പിന്നെ വെല്ലം നല്ലതാണല്ലോ, നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം വെല്ലെടുത്ത് ഇതുപോലെ കലക്കി നന്നായി കലക്കി ഗോതമ്പൊടി ഇതിലേക്ക് ഇടുക. ഗോതമ്പൊടി അരിപ്പൊടി ഒന്നും ഉണ്ടാക്കാറുണ്ട്, നമ്മൾ ഗോതമ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പൊടി ഇടണം. നമ്മൾ എത്ര കൂട്ടെടുക്കുന്നു എത്ര ചക്ക എടുക്കുന്നു അനുസരിച്ച്. അപ്പോൾ അതുപോലെ എടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് ഏലക്കപ്പൊടി കൂടി എടുക്കുക. ഒരു രസമാണല്ലോ. ആൻഡ് ഇലയിലാക്കുന്നതുകൊണ്ട് ഇല ആദ്യം ചൂടാക്കി എടുക്കുക, നല്ലതാണ്. അതിനുശേഷം കഴുകുക, കഴുകിയിട്ട് തുടക്കുക. അതിനുശേഷം എന്താ ഇടുക. ഇത് കുറച്ചൊന്ന് ഇച്ചിരി ലൂസായിരുന്നു, അതുകൊണ്ടാണ് ഈ എടുക്കുമ്പോൾ ഈ പ്രശ്നം. കുറച്ചുകൂടി കട്ടിയാവാവുന്നതാണ്, ബട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മടക്കുക. ഇതുപോലെ മടക്കണമെന്നൊന്നുമില്ല. ഇല കയറുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെയും വരെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പിൽ മടക്കാം. പിന്നെ ഇതാണൊരു നോർമൽ മടക്കൽ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, ആവിയിൽ വെക്കും. ആവിയിൽ വെച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം സിമ്പിളി ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. അത് കഴിയുമ്പോൾ നന്നായി വെന്ത് വരും. അപ്പം നമുക്കിതെടുത്ത് കഴിക്കാം. തണിച്ച് കഴിക്കാം, ചൂട് ഊതി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.